നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ ശ്രീനിവാസന്റെ മരണവാർത്തയറിഞ്ഞ് സിനിമാ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. മലയാള സിനിമയിലെ സകലകലാ വല്ലഭൻ എന്ന വിശേഷണം നന്നായി ഇണങ്ങുന്ന പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ അഭിനയ സഫരിയയിൽ അദ്ദേഹം അഭിനയിച്ചു തീർത്തത് ഒട്ടനവധി കഥാപാത്രങ്ങളായിരുന്നു. മഹാനായ കലാകാരൻ ശ്രീനിവാസൻ ഇനിയില്ല എന്ന സത്യം മലയാളികൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. ഇനി ഇതുപോലൊരു പ്രതിഭ മലയാള സിനിമയിൽ ഉണ്ടാവില്ല. ശ്രീനിവാസന്റെ മരണവാർത്ത അറിഞ്ഞ് സിനിമാ രംഗത്തെ നിരവധി പേർ നടന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. എന്നാൽ ജയറാമിന്റെ അസാന്നിധ്യം വലിയ ചർച്ചയായി മാറിയിരുന്നു. ജയറാമിന്റെ കുടുംബത്തെ വരെ അധിക്ഷേപിച്ചാണ് പല പോസ്റ്റുകളും. ജയറാമിന്റെ കരിയറിൽ ഒരുപാട് നല്ല വേഷങ്ങൾ നൽകിയ എഴുത്തുകാരൻ കൂടെയാണ് ശ്രീനിവാസൻ. എന്നിട്ടും അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ ജയറാം എത്തിയില്ല. ഒരു പോസ്റ്റ് പോലും പങ്കുവച്ചില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പാർത്ഥിപൻ അടക്കമുള്ള നടന്മാർ ദുബായിലേക്കുള്ള യാത്ര പോലും ഒഴിവാക്കി ഒരൊറ്റ സിനിമ ശ്രീനിവാസന്റെ കൂടെ ചെയ്തു എന്ന കാരണത്താൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ കേരളത്തിലെത്തി. അങ്ങനെ പലരും. പക്ഷെ ശ്രീനിവാസന്റെ സിനിമകളിലൂടെ കരിയർ പടുത്തുയർത്തിയ ജയറാം വന്നില്ല എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും പങ്കുവച്ചിരുന്നില്ല. അതിന്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ജയറാമിന് നേരിടേണ്ടതായി വന്നിരുന്നു. ഇങ്ങനെ ഒരു തറ കുടുംബത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ജയറാം, പാർവതി, കാളിദാസൻ, മാളവിക എന്നിവരുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സൈബർ അധിക്ഷേപം. കൂടെ അഭിനയിച്ച ഒരു സഹപ്രവർത്തകൻ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് ഇയാൾക്കുള്ളത്. വന്ന വഴി ഒരിക്കലും മറക്കരുത് ജയറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപ കമന്റുകളാണ് ഉയർന്നത്. ആശകളായിരം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ ജയറാമും കാളിദാസും. ഭരദ്വാജ് രംഗന്റെ അഭിമുഖത്തിൽ വന്നപ്പോഴാണ് ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് ആദ്യമായി ജയറാം പ്രതികരിച്ചത്. തന്റെ കരിയറിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ നൽകിയ എഴുത്തുകാരനാണ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിമുഖത്തിൽ ജയറാം സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിന് വലിയൊരു കാരണമുണ്ടെന്ന് മാത്രമാണ് ജയറാം പറഞ്ഞത്. ബാക്കി സംസാരിച്ചത് മകൻ കാളിദാസനായിരുന്നു. അച്ഛനും ശ്രീനിയങ്ങളും തമ്മിലുള്ള ഇക്വേഷൻ അവർക്ക് പരസ്പരം അറിയാവുന്നതാണ്. എന്തെങ്കിലും ഒന്ന് പറയണം, നെഗറ്റീവായി പറഞ്ഞാൽ മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്നതുകൊണ്ട് ഒരുപാട് മോശം കമന്റുകൾ അച്ഛൻ നേരിടേണ്ടി വന്നു. ഒരു മുഖമേ ഇല്ലാത്തവരാണ് അത്തരം കമന്റുകൾ എഴുതിവിടുന്നത്. എന്താണ് കാരണമെന്നത് എനിക്കറിയില്ല. അത് അവരുടെ വിഷയമാണ്. അവർക്ക് ആരോടും വിശദീകരിക്കണമെന്നില്ല എനിക്ക് തോന്നിയത് എന്നാണ് കാളിദാസ് ജയറാം പറഞ്ഞത്. സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന പല സിനിമകളിലും ജയറാമായിരുന്നു നായകൻ. ജയറാമും ശ്രീനിയും ഒന്നിച്ച് അഭിനയിച്ച സന്ദേശം, തലയണ മന്ത്രം, പൊന്മുട്ടയിടുന്ന താറാവ് പോലുള്ള സിനിമകളൊക്കെ ഇപ്പോഴും ട്രെൻഡിംഗ് ആണ്. കരിയറിലെ തന്റെ സുവർണകാലത്തെക്കുറിച്ച് ജയറാമും അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. പത്മരാജൻ സാർ എന്ന വലിയ സംവിധായകൻ എന്നെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നതിനാൽ പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കമൽ, സത്യൻ അന്തിക്കാട്, IV ശശി, സിബി മലയിൽ തുടങ്ങിയ പ്രധാന സംവിധായകരുടെയെല്ലാം സിനിമകൾ തുടരെ ചെയ്തു. 10-15 വർഷം അങ്ങനെ തന്നെ പോയി. 10 സിനിമകൾ ചെയ്താൽ അതില് 8ഉം ഹിറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നീ 2 പ്രതിഭകൾ വടവൃക്ഷമായി നിൽക്കുമ്പോൾ അതിനിടയിൽ തമാശയുള്ള ചെറിയ കുടുംബ സിനിമകൾ ഞാനും ചെയ്തു. കൂടുതൽ സിനിമകളും എനിക്ക് തന്നത് സത്യൻ അന്തിക്കാടും പ്രഗത്ഭ എഴുത്തുകാരനായ ശ്രീനിവാസനുമാണ്. ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ആ സിനിമകൾ ഓർമ്മപ്പെടുന്നെന്നും ജയറാം പറഞ്ഞു. ജൂഡ് ആന്റണി ജോസഫും അരവിന്ദ് രാജേന്ദ്രനും എഴുതി പ്രജിത്ത് സംവിധാനം ചെയ്യുന്ന ആശകളായിരം ഫെബ്രുവരി റിലീസിന് ഒരുങ്ങുകയാണ്. അതേസമയം മലയാളത്തിലെടുത്ത ഇടവേളയെക്കുറിച്ചും ഒരു അഭിമുഖത്തിൽ നടൻ സംസാരിച്ചിരുന്നു. 2019 മലയാളത്തിൽ നിന്നും അല്പനാൾ മാറി നിൽക്കാൻ തീരുമാനിക്കുന്നത്. ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ സ്ഥിരമായി ചെയ്യേണ്ടി വരുന്നതാണ് തീരുമാനത്തിന് പിന്നിലെ കാരണമെന്നാണ് ജയറാം പറയുന്നത്. അങ്ങനെ ഇടവേള എടുത്ത ശേഷം തനിക്ക് ലഭിച്ച സിനിമകളിൽ ഒന്നാണ് ഓസ്ലർ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനിടെ തന്നെ തേടി സത്യൻ അന്തിക്കാട് സിനിമ മകൾ എത്തിയപ്പോൾ താൻ ആദ്യം ചെയ്തത് പൂജാമുറിയിലേക്ക് ഓടുകയായിരുന്നുവെന്നും ജയറാം പറഞ്ഞു. സത്യേട്ടൻ എന്നെ വിളിച്ച അടുത്ത പടത്തിൽ ജയറാമാണ് ഹീറോ എന്ന് ഞാൻ വേഗം പൂജാമുറിയിലേക്ക് ഓടി. 2019 ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ തന്നെയാണെങ്കിൽ കുറച്ചുനാൾ മലയാളം ചെയ്യണ്ട, ഒരു ഇടവേള എടുക്കാമെന്ന് തീരുമാനിച്ചു. ചോദിച്ചപ്പോൾ ഇവരെല്ലാം നല്ലതാണെന്ന് പറയുകയും ചെയ്തു. മറ്റു ഭാഷകളിൽ കുറെ സിനിമകൾ ലഭിക്കുകയും ചെയ്തു. മലയാളത്തിൽ നല്ല സിനിമകൾ ലഭിക്കാനായി കാത്തിരിക്കുകയായിരുന്നു എന്നും ജയറാം പറഞ്ഞു. കുറെ കഥകളൊക്കെ കേട്ടിരുന്നു, ഒന്നിലും ഒരു സ്പാർക്ക് തോന്നിയില്ല. സ്ഥിരം കഥകളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തില്ലെന്ന് തോന്നി. അങ്ങനെ ഇരിക്കെ വന്ന സിനിമകളിൽ ഒന്നാണ് ഓസ്ലർ. അതുപോലെ സത്യേട്ടന്റെ ഒരു വിളി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. സത്യേട്ടനോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പൂജാമുറിയിലേക്ക് ഓടുകയായിരുന്നുവെന്നും താരം പറഞ്ഞു. ഒരു കാലത്ത് താൻ ചെയ്തിരുന്നതെല്ലാം ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നുവെന്നും ജയറാം പറഞ്ഞു. എല്ലാ സിനിമയിലും നന്മയുണ്ട്, പ്രാരാബ്ധമുണ്ടാകും. ഒറ്റപ്പാലം ഭാഗത്തായിരിക്കും വീട്. 3 പെങ്ങന്മാരെ കെട്ടിച്ചയക്കാനുണ്ടാകും.
തരികിടയുണ്ടാകും. സ്നേഹിക്കുന്ന പെണ്ണും അതിനെ എതിർക്കുന്ന ആങ്ങളമാരും തല്ലാൻ നടക്കുന്ന സംഘവുമൊക്കെ ഉണ്ടാകും എന്നാണ് തന്റെ ഒരു കാലത്തെ നായകന്മാരെ കുറിച്ച് ജയറാം പറയുന്നത്. അതേസമയം ഇപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് എടുക്കും മുമ്പ് എനിക്ക് കൈയും കാലും വിറയ്ക്കുമെന്നും ജയറാം പറഞ്ഞു. ആശകളായിരമാണ് ജയറാമിന്റെ പുതിയ സിനിമ. ഓസ്ലറിന് ശേഷം റിലീസ് ചെയ്യുന്ന ജയറാമിന്റെ മലയാള സിനിമയാണ് ആശകളായിരം. മകൻ കാളിദാസും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛനും മകനും ഒരുമിച്ച് അഭിനയിക്കുന്നത്. ചിത്രത്തിന്റെ ടീസർ ചർച്ചയായി മാറിയിരുന്നു. You're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.